ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നിരവധി ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ചിത്രകാരനും ശില്പിയുമാണ് ശ്രീ ആര്യനാട് രാജേന്ദ്രൻ. തലയോട്ടിയിൽ നിന്നും മുഖത്തിൻ്റെ സൃഷ്ടി നടത്തി കേരള പോലീസ് ക്രൈംബ്രാഞ്ചിന് വേണ്ടി ചില കേസുകൾ തെളിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ശ്രീ ആര്യനാട് രാജേന്ദ്രൻ. മ്യൂസിയം ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ദിനോസറുകളുടെ പ്രതിമ, മെഡിക്കൽ കോളേജ് SIT ആശുപത്രിക്ക് മുന്നിലെ അമ്മയും കുഞ്ഞും പ്രതിമ, അങ്ങനെ നിരവധി ശില്പങ്ങൾക്ക് രൂപം നൽകി തൻ്റെ 60 വർഷത്തെ പ്രയത്നം പല സ്ഥലങ്ങളിലായിട്ട് ചെയ്ത ശില്പങ്ങളുടെയും വരച്ച ചിത്രങ്ങളും ഡിജിറ്റൽ ഫോട്ടോകളാക്കി നമ്മുടെ മാനവീയം വീതിയിൽ ജൂലൈ 23 മുതൽ 27 വരെ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ കാര്യങ്ങൾ സാറിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് 60 വർഷത്തെ എൻ്റെ പ്രയത്നം ആണ് ഇവിടെ നിരത്തി വച്ചിരിക്കുന്നത്. പലയിടത്തും ചെയ്ത ശില്പങ്ങളും ചിത്രങ്ങളും അതിൻ്റെ ഡിജിറ്റൽ പ്രിൻ്റാണ് ഇവിടെ എല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് മ്യൂസിയത്തുമൊക്കെ ഞങ്ങൾ ധാരാളം ഇത്രയും കാലം ഞാൻ അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവിടെ ആരും അകത്തോട്ട് കയറുന്നില്ല. കുറേ പരിചയക്കാരായ ആൾക്കാർ മാത്രമേ വരുന്നു. ജനങ്ങളായിട്ട് ആ സിറ്റിയിലുള്ള ആരും വന്ന് കയറുന്നില്ല. ഒരു കനകക്കുന്നിലൊരു മേള നടന്നാൽ നിറച്ച ആൾ കയറും. പക്ഷേ ഇതുപോലെ ഇത്രയും കഷ്ടപ്പെട്ട് കുറേ എക്സിബിഷൻ നടത്തിയാലും അവിടെ ആൾ വരില്ല. അതുകൊണ്ട് ഞാനൊരു ഈ മാനവീയ വീതിയിൽ നടത്താനായിട്ട് തീരുമാനമെടുത്തു. ഇവിടെ ആകുമ്പോൾ ഇതുവഴി പോകുന്നവരെങ്കിലും കാണുമല്ലോ, അവരിപ്പോൾ വന്ന് കയറി കാണുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു ആവശ്യമാണ് ജനകീയമാക്കുക. സാറ് ചെയ്ത വർക്കുകളിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഏതായിരുന്നു? എടുത്തു പറയാൻ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ശില്പം അമ്മയും കുഞ്ഞും തന്നെ. നമ്മളെ SIT മുമ്പിൽ ഇരിക്കുന്ന ഇവരോട് അപ്പോൾ നമ്മുടെ SIT ഹോസ്പിറ്റലിൻ്റെ മുമ്പിലിരിക്കുന്ന പ്രതിമ സാറ് നിർമ്മിച്ചതാണ്. അപ്പോൾ അത് പലർക്കും പുതിയ അറിവായിരിക്കും. അത് 1990 ചിൽഡ്രൻസ് ഡേയിലാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അത് 34 വർഷമാകുന്നു. ഓക്കെ. പിന്നെ അതേപോലെ കൊല്ലത്ത് ചെയ്തിട്ടുണ്ട് അഡ്വഞ്ചർ പാർക്കിൽ ധ്യാനത്തിൻ്റെ ശില്പം. നെയ്യാർ ഡാമിൽ അക്വേറിയത്തിൻ്റെ മുമ്പിൽ മത്സ്യ കന്യക. പിന്നെ കോട്ടയത്ത് ചെയ്തിട്ടുണ്ട്. കോഴിക്കോടും ഒരു റിസോർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. കൊല്ലത്ത് ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത ശില്പങ്ങളുടെ പടങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് അതിഥി തൊഴിലാളികൾ അനുഭവിച്ച വേദനകളുടെ ഒരു ശില്പം ഇവിടെ പേപ്പർ പപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചില അവരന്ന് അനുഭവിച്ച് TV-യിലും പേപ്പറിലും വന്ന ന്യൂസിൽ വന്ന എല്ലാ പടങ്ങളും അതിനകത്ത് പേപ്പർ പപ്പോട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ, അത് ശരി. അവസാനം അവരുടെ അടിവശം നടന്ന് ചെരുപ്പില്ലാതെ പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥ ആ ശില്പത്തിലുണ്ട്. അതെല്ലാം ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള പല സൃഷ്ടികളുമാണ് ഞാൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ജനങ്ങൾ കാണണം. അതിനാണ് ഈ പൊതുവേദി ഇതിൽ ഞാൻ കൊണ്ടുവന്ന് നിരത്തി വെച്ചിരിക്കുന്നത്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഇപ്പോൾ നമ്മൾ തലയോട്ടിയിലൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നിരവധി അനുഭവങ്ങൾ കാണും. അതിൽ ഓർമ്മയിൽ വരുന്നതെന്ന് പറയാമോ? അതെ അതെ ഒരു ഓർമ്മയിൽ ഞാനൊരു ശില്പം ചെയ്തു വെച്ചിരുന്നത് തലയിൽ കിഴിയാണ്. അല്ല, കിഴി പണത്തിൻ്റെ ആഗ്രഹം. തലയിൽ ചുമക്കുന്ന മനുഷ്യരുടെ മുഖം. കാരണം അവർക്ക് പണമാണ് ആവശ്യം. അപ്പോൾ ആ ഒരു 4-5 കുറച്ച് മുകളിൽ താഴോട്ടുണ്ട്. ഒരു ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ, ഞാനതിൽ അന്ന് 6000 രൂപ എഴുതിയിട്ട് അത് അദ്ദേഹം ഉടൻ തന്നെ വാങ്ങിച്ച് അതിനെ ഒരു ആക്സാ ബ്ലൗഡിൻ്റെ അറുത്ത് അങ്ങനെ ബ്രീഫ് കേസിനകത്ത് വെച്ചോണ്ടും. അത് ശരി. ആ പ്രതിമയും അതിൻ്റെ ഐഡിയൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് കൊണ്ടുപോയി. അതൊരു നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മ്യൂസിയം റോഡിൽ തന്നെ ദിനോസറുകളുടെ ഒരു പ്രതിമ നമ്മൾ കണ്ടിരുന്നു. പിന്നെ അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അത് എന്താണ് സംഭവിച്ചത്? അതിന് ആ ഒരു ദിനോസറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രതിമയായിരുന്നു. അത് സാറിൻ്റെ സൃഷ്ടിയാണെന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതെന്താണ് അതിനെ സംഭവിച്ചത്? പിന്നെ അത് ചില വ്യക്തികൾ അതവിടെ നിന്ന് പൊക്കിക്കളയാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ അത് നടന്നതാണ്. നളിനി നെറ്റ് അവിടെ ഒട്ടകത്തിനെ ചെയ്യാൻ പറഞ്ഞു, കളക്ടറായിരുന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് ദിനോസർ എന്ന് പറയുന്നൊരു മൃഗമുണ്ട്, ആരും കുട്ടികളും ആരും ഒക്കെ അറിയത്തില്ല, അതിനെ നമുക്ക് കൊണ്ടുവന്ന് അവിടെ ചെയ്തു വെക്കാം. അവർക്കത് പടം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ അത് ചെയ്യുകയും ചെയ്തു. പക്ഷെ കുറച്ചു കാലം സിനിമയിലും സീരിയലിലും അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരും ഒക്കെ കയറിയുന്ന പടമെടുപ്പും ഭയങ്കര ആഹ്ലാദമായിരുന്നു. പക്ഷേ
ഇതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, വ്യക്തി, ഞാൻ പേര് പറയുന്നില്ല, ദുരൂഹങ്ങളായ ഇത്തരം രൂപങ്ങളൊന്നും ഫയലിൻ്റെ ഇടയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പുനർജനിച്ചു, ദിനോസാറുകൾ പുനർജനിച്ചു വിശ്യത്ത് എന്നൊക്കെയാണ് പറഞ്ഞ വാർത്തകൾ. അതെടുത്ത് കളഞ്ഞു. അവിടെ നിന്ന് വീണ്ടും അന്നത്തെ മുഖ്യമന്ത്രി ഇടപെട്ട് ശംഖുമുഖത്ത് സ്റ്റാർ ഫിഷിൻ്റെ മുമ്പ് കൊണ്ടുവച്ചു. അവിടെയും വേറെ ഈ പറഞ്ഞ ആ കക്ഷി അവിടെയും കുറച്ച് വർക്കൗട്ടായിരുന്നു. ആ ഒരു 6 മാസം കൊണ്ട് അതിനെ അവിടെ നിന്ന് അടിച്ചു പൊട്ടിച്ച് പൗഡറാക്കി. അങ്ങനെയാണ് അത് നശിച്ചു പോയത്. അതെ, അത് ഉയർന്നു വന്നു കഴിഞ്ഞാൽ, ആ ശില്പമൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ വർക്ക് കിട്ടിപ്പോകുമല്ലോ എന്നുള്ള ഒരു ധാരണയിൽ അവരത് തകർത്തു. തലയോട്ടിയിൽ ചെയ്ത ഒരു വർക്ക് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കേരള പോലീസിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതെ, ക്രൈം ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാമോ? അത് ഇപ്പോൾ ഡോക്ടർ ഫോറൻസിക്കിൻ്റെ ലീഗൽ അഡ്വൈസറായ ഡോക്ടർ ഉമാദത്ത സാറ് എൻ്റെ ഈ ശില്പങ്ങളുണ്ടാക്കുന്നതിൻ്റെ പരിചയം മനസ്സിലാക്കിയിട്ട് എന്നെ സാറ് ഒരു തലവട്ടി കൊണ്ടുവന്ന് ആദ്യം ഒന്ന് ചെയ്യിപ്പിച്ചു. അത് കോട്ടയം അടിയന്തരാവസ്ഥയിൽ കോട്ടയം പൈപ്പ് ലൈനിൽ കൊന്നിട്ടിരുന്ന ഒരാളായിരുന്നു. അത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ആ തലവട്ടിയിൽ നമുക്ക് ചില മെഷർമെൻറ്റുകളുണ്ട്, അതനുസരിച്ച് ചെയ്യുമ്പോൾ മരിച്ച ആളിൻ്റെ രൂപം വരും. അങ്ങനെ ഉണ്ടാക്കി അവസാനം അത് വീട്ടിൽ പോയി പല പടങ്ങളും എടുത്ത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു വീട്ടിലെ പടം കിട്ടിയപ്പോൾ ഇത് ആ കോട്ടയം ജോയിയാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മളത് ആലോചിക്കണം. ഇന്ന് നമ്മൾ ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇന്ന് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് സാറ് ആ ഒരു തലയോട്ടിൽ അല്ലേ ചെയ്ത് ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അല്ലേ, കേസന്വേഷണത്തിൻ്റെ ഭാഗം. അപ്പോൾ ഈ പറഞ്ഞ തലയോട്ടിയുടെ കാര്യം 5 തലയോട്ടി ചെയ്തിട്ടുണ്ട്. അതുപോലെ പല കേസുകൾ. കോട്ടയത്ത് അച്ഛനെ മോള് വെട്ടിക്കൊന്നിട്ടത്, പിന്നെ ഈ തൃപ്പൂണിത്തുറ കായലിൽ കല്ല് കെട്ടി താഴ്ത്തിയിട്ടിരുന്നത്, അവരെയൊക്കെ ഞാൻ ചെയ്തു. അതെല്ലാം ക്രൈം ബ്രാഞ്ചിന് വേണ്ടിയിട്ടാണ്. അത് അവരെയൊക്കെ കണ്ടുപിടിക്കുകയും കേസ് തെളിയുകയും ചെയ്തു. ഒരു 3 കൊലയാളികളെ കണ്ടുപിടിക്കുകയും അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കോവിഡ് കാലത്ത് ഹിന്ദിക്കാരായ അതിഥി തൊഴിലാളികൾ തിരിച്ചു പോകുന്ന അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്ന അനുഭവങ്ങൾ നമ്മളിന്ന് ടി വിയിലും പത്രത്തിലും കണ്ടതാണ്. അതെല്ലാം ഈ ഒരു ഷേപ്പിൽ ഞാനിവിടെ ശില്പമാക്കി ചെയ്തിരിക്കുകയാണ്. ഈ അടിയിലൊരു ബ്രീഫ് കേസിൽ കൊച്ചിനെ കിടത്തി അമ്മ കയറുകൊണ്ട് കെട്ടി വലിച്ച് ഇളുത്തുകൊണ്ട് പോവുകയാണ്. കാരണം എടുത്തുകൊണ്ട് നടന്ന് കൈ കഴിച്ച് വാഹനമൊന്നുമില്ല, റോഡിലുള്ള യാത്രയാണ്. അന്ന് പോയ ലോറികളിലൊക്കെ അള്ളിപ്പിടിച്ച് കയറുന്നു, പലരും അത് പൊക്കി അതിനകത്ത് കയറ്റുന്നു. ബസ്സിൻ്റെ ഇടയിൽ നടന്ന് റോഡിൽ പോയി ആ ബസ് വന്ന് കയറി ഇടിച്ച് കൊന്ന് കുഴച്ചിട്ടിരിക്കുന്നു. റെയിൽവേ ട്രാക്കിൽ കിടന്നുറങ്ങി, അതുവഴി സഞ്ചാരം ഉണ്ടെന്നുള്ളത് അവർ ഓർത്തില്ല. രാത്രിയിൽ അവർ ട്രെയിൻ കയറി കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് തല ഒരു ഭാഗത്ത് കാലൊരു ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഇവിടെ റോഡിന് പകരമാണ് ഞാനിങ്ങനെ പൊക്കി കാണിച്ചിരിക്കുന്നത്. പല ചുമടുകളായിട്ട് കൂട്ടമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു രീതി. ത്രാസിൽ വരെ മക്കളെ കെട്ടിയിട്ട് തോളിലിട്ട് കൊണ്ടുപോയി അവസാനം അങ്ങ് ജാർഖണ്ഡിലും ബംഗാളിലും ആസാമിലും ഒക്കെ ചെന്നെത്തി. അവിടെ എത്തിയപ്പോൾ കാലിൻ്റെ പാദത്തിൽ ചെരുപ്പൊന്നുമില്ല, പൊള്ളി അടർന്ന് തൊലിയെല്ലാം പുറത്ത് വന്നു. നമ്മൾ പത്രത്തിൽ കണ്ടതാണ്. അതെല്ലാം ഈ ഒരു രൂപത്തിൽ പേപ്പർ പൾപ്പ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലെല്ലാം ഇവിടെ ഇരിക്കുന്ന ശില്പങ്ങളിലെല്ലാം സ്നേഹത്തിൻ്റെ അടയാളമാണ് കാണിച്ചിരിക്കുന്നത്. സ്നേഹിക്കുക, മനുഷ്യരുമായിട്ട് സ്നേഹത്തിലൂടെ അറിവുണ്ടാവുന്നു, അറിവിലൂടെ അവർ നേരെ നന്മകളുണ്ടാവുന്നു. അറിവില്ലാതെ വേറെ പലതുമൊക്കെ കാണിച്ച് കൂട്ടുമ്പോൾ അത് ദൂഷ്യമായിട്ട് വരും. അതെ അതെ. അപ്പോൾ കോവിഡ് കാലത്തും വെള്ളപ്പൊക്ക കാലത്തും മനുഷ്യരെല്ലാം ഐക്യമായിരുന്നു. വളരെ സ്നേഹമായിട്ട് രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നുമില്ലാതെ അവർ പിരിവെടുത്തും കഞ്ഞി വെച്ചും ചോറ് വെച്ചും മെഡിസിനുകൾ സംഘടിപ്പിച്ചും എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. അപ്പോൾ അതിനെ പ്രതിനിധീകരിച്ച് ഞാനിവിടെ ഒറ്റക്കെട്ടിൻ്റെ നമ്മളൊന്നുള്ള ഒരു ശില്പം കെട്ടിപ്പിടിച്ച് എല്ലാവരും ഐക്യമായി നിൽക്കുന്ന ഒരു ശില്പം ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഉള്ളൂരൊരു റിസോർട്ടിൽ വലിയ പൊക്കമായിട്ട് വലുതായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾ ഇന്ത്യ
ബേസിൽ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. സനാതനൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗോൾഡ് മെഡൽ ലയൺസ് ക്ലബിൻ്റെ വെസ്റ്റ് കമ്മിറ്റിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കിട്ടിയിട്ടുണ്ട്. അവാർഡ് ഞാനിവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാം ഇത് കാണുന്ന എല്ലാവരും 27 വരെ ഇവിടെ ഉണ്ടായിരിക്കും. അതിൽ വന്നിട്ട് ആശയപരമായിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ വന്ന് ഈ ചിത്രശില്പകലകളോട് ഒരു ബന്ധം ആളുകൾക്കുണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞാനിവിടെ ക്ഷണിക്കുന്നു. നിങ്ങൾ വരണം. എല്ലാവർക്കും നമസ്കാരം.